ഹായ് അസ്സാം വലൈക്കും. ഹിബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു കോവയ്ക്ക തോരൻ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് നാടൻ കോവയ്ക്ക ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നാലായിട്ട് കീറിയതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ തോരൻ വയ്ക്കുമ്പോൾ തീരെ പൊടിയായിട്ടല്ലേ കട്ട് ചെയ്തെടുക്കുന്നത്, അത്രയും അങ്ങ് ചെറുതാകണ്ട, ഇച്ചിരി കൂടെ ഒരു വലിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുക. തോരൻ വയ്ക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഓയിൽ ഒഴിച്ച് കടുവിട്ട് പൊട്ടിക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്തതിന് ശേഷം നമുക്കൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോവയ്ക്കയില്ലേ, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തോരന് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കും. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് കോവയ്ക്കയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ആ ഓയിലിലും അതിൻ്റെ ആവിയിലിരുന്നങ്ങ് വെന്തോളും. അല്ലെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറ് കഴുകി ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ച് ജാറൊന്ന് കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുത്താലും മതിയാകും. കോവയ്ക്ക ചട്ടിയുടെ അടിയിൽ പിടിക്കാതിരിക്കാനും കോവയ്ക്ക കഷ്ണങ്ങളെല്ലാം ഒരേ വേവാവാനും വേണ്ടി ഇടയ്ക്ക് 1-2 വട്ടം മൂടി തുറന്നത് ഇളക്കി മിക്സാക്കി ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. ഞാനിത് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. കോവയ്ക്ക കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്തും കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഇത് കുഴഞ്ഞും പോയിട്ടില്ല. നോക്കിക്കാൻ നല്ലൊരു കോവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ.